ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് 16. തിരുവെഴുത്തിൻ്റെ പരിശീലനം. എല്ലാ തിരുവെഴുത്തും ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. അപ്പോസ്തോലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ. വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകൾ ഒരേ സമയം സമാനമായ ശുശ്രൂഷ സാമഗ്രികൾ വികസിപ്പിച്ചെടുത്തു. 1800കളുടെ അവസാനത്തിലായിരുന്നു ഇത്. ആദ്യത്തേത് 1877 കാനഡയിലെ മോൺട്രിയോളിലായിരുന്നു. പിന്നെ 1898 ന്യൂയോർക്ക് സിറ്റിയിൽ മറ്റൊരു ആശയം ആരംഭിച്ചു. 1922 ആയപ്പോഴേക്കും വടക്കേ അമേരിക്കയിൽ ഇതുപോലെ ഏകദേശം 5000-ഓളം വേദ പഠന പദ്ധതികൾ ഓരോ വേനൽക്കാലത്തും സജീവമായിരുന്നു. അങ്ങനെ അവധിക്കാല ബൈബിൾ സ്കൂളിൻ്റെ ആദ്യകാല ചരിത്രം ആരംഭിച്ചു. യുവാക്കൾ ബൈബിൾ അറിയണമെന്ന ആഗ്രഹമായിരുന്നു VBS ഉപജ്ഞാതാക്കളെ അതിനായി ഉത്സാഹിപ്പിച്ചത്. തൻ്റെ യുവ അനുയായിയായി തിമോത്തിയോസിനോട് തിരുവെഴുത്ത് ദൈവശാസ്ത്രീയമാണ് എന്നും അത് നമ്മെ സകല സൽപ്രവർത്തിക്കും സജ്ജരാക്കുന്നുവെന്നും എഴുതിയപ്പോൾ പൗലോസിന് സമാനമായ അഭിനിവേശം ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ ബൈബിൾ വായിക്കുന്നത് നല്ലതാണ് എന്ന ഉദാരമായ നിർദ്ദേശം മാത്രമായിരുന്നില്ല അത്. ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത വ്യാജ ഉപദേഷ്ടാക്കന്മാരുള്ള അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന ഭയാനകമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് പൗലോസ് താക്കീത് നൽകിയത്. തിരുവെഴുത്തുകൊണ്ട് നാം നമ്മെ തന്നെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം അത് നമ്മുടെ രക്ഷകന്റെ പരിജ്ഞാനത്തിൽ നമ്മെ ആഴ്ത്തി ക്രിസ്തു യേശുവിങ്കലുള്ള വിശ്വാസത്താൽ നമ്മെ രക്ഷയ്ക്ക് ജ്ഞാനികളാക്കുന്നു. ബൈബിൾ പഠിക്കുന്നത് കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും നല്ലതാണ്. അത് വെറും വേനൽക്കാലത്തേക്ക് മാത്രമല്ല, എല്ലാ ദിവസത്തേക്കും ഉള്ളതാണ്. പൗലോസ് തിമോത്തിയോസിന് എഴുതി, തിരുവെഴുത്തുകളെ നീ ബാല്യം മുതൽ അറിയുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ നമുക്ക് വേദപഠനം ആരംഭിക്കുവാൻ എപ്പോൾ വേണമെങ്കിലും സാധിക്കും. നാം ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലാണെങ്കിലും ബൈബിളിൻ്റെ പരിജ്ഞാനം നമ്മെ യേശുവിലേക്ക് ബന്ധിപ്പിക്കുന്നു. ഇത് നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ചിന്തിക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ട വേദഭാഗങ്ങൾ ഏതാണ്? അവ ക്രിസ്തുവിനെ എങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു? ദൈവത്തിന് മഹത്വം.